പാലസിലേക്ക് പോവാം. നമ്മളിത് ബസ് ഇവിടെ ഇറങ്ങി. ഫേമസ് മൈസൂർ പാലസ്. അതെ 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 അതെ, വേൾഡ് ഫേമസ് മൈസൂർ പാലസ്. ഗൈസ് കൊട്ടാരത്തിലെ ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്. നമ്മൾ ഗൈസ് അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. രാജാവേ, ഗൈസ് അപ്പൊ നമ്മളിത് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കണ്ട. നമ്മൾ ഇനിയിപ്പോ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസിലേക്ക് പോവാം. നമ്മളിത് ബസ് ഇവിടെ ഇറങ്ങി. ഫേമസ് മൈസൂർ പാലസ്. അതെ 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 അതെ, വേൾഡ് ഫേമസ് മൈസൂർ. അപ്പൊ മൈസൂർ പാലസിന് തൊട്ടടുത്ത് ഒരു പാർക്കൊക്കെ ഉണ്ട്. മൊത്തം പാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൊത്തം ഇവിടെ പാർക്കുകൾ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ഈ ഫുട്പാത്തിലൂടെ ഉണ്ട് നടന്നു വന്നത്. ഫുട്പാത്ത് ഏകദേശം ഒരു റോഡിന്റെ വലുപ്പം ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ ഒന്നും നടന്ന് ഫുട്പാത്ത് ഏകദേശം ഒരു ബസ് പോകാനുള്ള സ്പേസ് ഉണ്ട് കേട്ടാ. പിന്നെ പുറത്തത് മെയിൻ റോഡും കാര്യങ്ങളൊക്കെ ഉള്ള കാഴ്ച. മൊത്തത്തില് ഭയങ്കര വലിയ സിറ്റി തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്, ഒരു 300 മീറ്റർ നടക്കാണ്ടാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താനായിട്ടാ. ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കുതിരവണ്ടി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തോന്നുന്നട്ടാ. ഇത് ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഉണ്ട് ഇങ്ങനെ. പാലസുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ബോക്സ്. ഇതേ കാര്യം ഇതാണ് കേട്ടോ പാലസിന്റെ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റിന്റെ വരി ഉണ്ടല്ലോ. രണ്ട് ടിക്കറ്റ് എടുത്തില്ല, 2 ടിക്കറ്റ് 200. ഒരു ടിക്കറ്റിന് 100 രൂപ. അത് ഗേറ്റ് വെക്കാൻ തോന്നില്ല. ഗൈസ് വെൽക്കം ടു വേൾഡ് ഫേമസ് മൈസൂർ പാലസ്. എന്റെ മോനെ, ഗൈസ് ചെരുപ്പ് അഴിച്ച് വെക്കാനുള്ള സ്ഥലം. അതവിടെ 2 രൂപ ഉള്ളു ഒരു ചെരുപ്പ് അഴിച്ച്. അത് ഒരു ചെരുപ്പ് ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട് 2 രൂപ ഉണ്ടാ ചാർജ്. അതാണ് നല്ലത്. മറ്റേത് നമ്മൾ ചിലപ്പോ അവിടെ എവിടെയെങ്കിലും അയച്ചിട്ടാണ് ഇത് വരുമ്പോഴേക്ക് അതവിടെ എഴുതിയണ്ട പെർ പെയർ 2 ഓൺലി അവിടെ ഇരിക്കുന്നു. ഗൈസ് ഇത് മൊത്തം ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. പാലസിന്റെ ഉള്ളിലേക്ക് കയറാൻ ഇത്ര ആൾക്കാരില്ല, ചെരുപ്പ് കൊടുക്കാനാണ് തിരക്ക്. നമ്മൾ 2 ഷൂ ഇതിനകത്താക്കിയിട്ട് ഇനി ഇവിടെ കൊടുക്കണം.
ഗൈസ് അങ്ങനെ നമ്മളിതേ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ. ഇവിടുന്ന് കിടിലൻ വ്യൂ ആണ്. ഇത്രയും വലിയൊരു ബാൽക്കണി ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങോട്ട് നോക്കി പുറത്തേക്ക് കഥകളിലൊക്കെ രാജാവ് ബാൽക്കണിയിൽ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ടൂർണമെന്റ് കാണാനുള്ള ഗാലറി, നമ്മുടെ നാട്ടില് ഗാലറി ഇട്ടിട്ട് കളി കാണുന്ന പോലെ ഉണ്ട്. ഇവിടെ മൊത്തം ഗാലറി പോലെ തന്നെ കഴിച്ചു അത് മൊത്തം നിൽക്കുന്നു. അവിടെ എന്തേലൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല പട്ടാഭിഷേകം പരിപാടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ നിന്ന്, അതായത് രാജാവിന് ഇവിടെ നിന്ന് എല്ലാരെയും കാണാം. ഗൈസ് നമ്മളിത് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു അമ്പലമുണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെ ഒരുപാട് അമ്പലങ്ങൾ ഇതിനുള്ളിൽ സെപ്പറേറ്റ് തന്നെ. ഇവിടെ രാജാക്കന്മാർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അമ്പലങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഗൈസ് കിടിലം വ്യൂ ആയിരുന്നു അതിന്റെ ഉള്ളില്. അതായത് ആദ്യമായിട്ട് നമ്മൾ കൊട്ടാരൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് കാണുന്നത് അല്ലടാ. അന്ന് ജനിക്കായിരുന്നു മിനിമം ഒരു രാജാവായിട്ട് ഇങ്ങനെ ജനിക്കണം ഗൈസ്, അല്ലാതെ കാര്യമില്ല. അല്ലാതെ ഇനി എത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്താലും അവിടം വരെ ഒന്നും എത്താൻ പറ്റില്ലല്ലോ. ജനിക്കുമ്പോ തന്നെ രാജാവിന്റെ മക്കളോ അങ്ങനെ ആരെയിലൊക്കെ ജനിക്കണം. എന്നാ പിന്നെ ഇത് ഫുൾ പാക്കേജ് ആണ് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇതിനുള്ളിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രാജാവിന്റെ മക്കള് അതെ എല്ലാം ഇതിനുള്ളിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വല്ല കള്ളനോ പിടിച്ചുപറിക്കാർ ആരെയൊക്കെ ഇതിനുള്ളിൽ എങ്ങനെ കയറി പോയാലും അവർക്ക് തിരിച്ച് ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇതിനുള്ളിൽ തന്നെ കുറെ കാലം അവർക്ക് ജീവിക്കാം. ഇവിടെ ഒളിച്ചിരുന്നാണ് കാലങ്ങളോളം ഇതിനുള്ളിൽ തന്നെ ജീവിക്കാം. ഭടന്മാര് കുന്തവും പിടിച്ച് നിൽക്കുന്നോണ്ട് എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോ നോക്കിയപ്പോ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞ ഒച്ചുള്ളിലൊക്കെ കളിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാതെ ഒരു തൂണിന്റെ ഇടയിൽ തന്നെ ഒളിച്ചിരുന്നാൽ തന്നെ ആരും പിടിക്കില്ല കഴിച്ചു. അത്രയും വലിപ്പം ഓരോ തൂണിന്റെ തന്നെ. ഗൈസ് അങ്ങനെ നമ്മളിത് മൈസൂർ പാലസ് മൊത്തം കയറി കണ്ട് ആർമാദിച്ചാണ്ട് തിരിച്ചിറങ്ങണ്ട മൊത്തം കണ്ട്. ഇനിയിപ്പോ പുറത്തുനിന്നൊക്കെ നോക്കാൻ വേറെ ലെവൽ വ്യൂ ആണ് ഗൈസ്. നിങ്ങൾ എന്തായാലും മൈസൂർ ഇരുന്നുണ്ടെങ്കിൽ പാലസ് ഏറെക്കുറെ എല്ലാരും മൈസൂര് അതെ മെയിൻ സ്പോട്ട്. അതായത് പാലസ് ആണ് മൈസൂരിലെ മെയിൻ സ്പോട്ട്. അത് വെറുതെ പറയുന്നല്ല കേട്ടോ, അത് ഭയങ്കര. അതായത് 100 രൂപയാണ് ടിക്കറ്റിന് വില പൈസ. പക്ഷെ 100 രൂപ കൊടുത്താലും ഇല്ല, ഇത് സെറ്റിട്ട പരിപാടി ഒന്നും അല്ല ഗൈസ്. ഒറിജിനൽ കൊട്ടാരമാണ്. ഇതിന്റെ ഉള്ളിൽ എന്റെ മോൻ ഇതൊക്കെ ആട് കുതിര ഇതെല്ലാം ചെടികളുണ്ട്. അതായത് ചെടികൾ കൊണ്ട് സെറ്റാക്കിയിരിക്കുന്നത്. നല്ല രസം. കൊമ്പ് വരെ ഇതാക്കിയിരുന്നില്ലേ, മാന കേട്ടോ ഗൈസ്. അപ്പം
ഇത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ മാക്സിമം പറ്റാവുന്നവരൊക്കെ ഇവിടെ വന്ന് ഇത് കാണുന്ന വേണം കേട്ടോ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയില്. നമുക്കിനി അടുത്തത് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് സൂയിലേക്കാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സൂ. അപ്പൊ ഇനി അവിടെ നിന്ന് നടന്നു പോകാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ടുള്ള അടുത്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ സൂലം മാക്സിമം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അതെ ഇതിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണിച്ചു തരാം. അതെ ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിലെല്ലാം നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ അത് അപ്പുറത്ത് ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നത്, ടിക്കറ്റ് എടുക്കുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുണ്ടല്ലോ നമുക്കിത് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തോന്നും ഗൈസ്. പാർക്ക് എന്നൊക്കെ, അതായത് വീട് ഒരു കൊട്ടാരത്തിന് ചുറ്റും വാരിസിലെ വിജയുടെ വീടിന്റെ അതിന്റെ ഒരു 3 ഇരട്ടി ഉണ്ട് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.